ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ ന്യൂസിലാൻഡ് പോരാട്ടം നിമിഷങ്ങൾക്കകം ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം തന്നെ മത്സരം ആരംഭിക്കും. ഇരു ടീമുകളും സെമി ഫൈനലിൽ കടന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മത്സരം ഗ്രൂപ്പ് ജേതാക്കളെ നിർണ്ണയിക്കും. ഗാലറിയിൽ നിറയെ ആരാധകരാണ്. അതിൽ ഇന്ത്യൻ ടീമിന് കൂടുതൽ സപ്പോർട്ടേഴ്സും. विराट कोहली को सपोर्ट करने हम लोग बेसिकली हम इंडिया के बहुत बड़े फैन हैं और हम चाहते हैं कि इंडिया जो है इस बार ट्रॉफी लिफ्ट करे. बेसिकली मैं पाकिस्तान से हूँ. हमें बुरा लगा है कि इंडिया पाकिस्तान नहीं आया, लेकिन समझ सकते हैं हम लोग सब चीज़ों को. लेकिन फिर भी अगर हो सकता है, मैं इंडियन फैंस, इंडियन टीम, इंडियन गवर्नमेंट को कहना चाहता हूँ कि अगर वो लोग पाकिस्तान आ सकते हैं फाइनल्स खेलने के लिए तो प्लीज़ हम आपको बहुत मोस्ट वेलकम करते हैं. और हम चाहते हैं कि आप लोग आओ, हमारा प्यार मोहब्बत देखो. हम पाकिस्तानी आप लोगों से बहुत मोहब्बत करते हैं. स्पेशली विराट कोहली, रोहित शर्मा, हार्दिक पांड्या, वो हमारी जान है, जान. मैं आपको ये बता सकता हूँ. This is my first cricket match. ആദ്യത്തെ ക്രിക്കറ്റ് മാച്ച് കുട്ടിക്കാലം മുതൽ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് കാണുന്ന രീതിയിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ റിയൽ ലൈഫ് കാണുമ്പോൾ വെരി എക്സൈറ്റഡ്. ദാറ്റ് ടു ഇന്ത്യാസ് മാച്ച് വെരി എക്സൈറ്റഡ്. ഡെഫിനറ്റ്ലി കോഹ്ലി ആൻഡ് സൂര്യകുമാർ will perform well. Everyone will do it well. I'm so sure India will win this match. ടോസ് നേടിയ ന്യൂസിലാൻഡ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യും. ഷിൻ സെബാസ്റ്റ്യൻ ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. ഷിൻസ് എടുത്ത് അയച്ചതിൽ പ്രതികരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം ആദ്യത്തേതാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ആരാധകരുടെ അവർ ഇന്ത്യക്ക് എത്രത്തോളമാണ്, ഇന്ത്യൻ ടീമിന് എത്രത്തോളമാണ് പിന്തുണ നൽകുന്നത് എന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഫൈനൽ കളിക്കാൻ പാകിസ്ഥാനിലേക്ക് ക്ഷണിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട വിരാട് കോഹ്ലിയെ ഉൾപ്പെടെ. അനു, ഇപ്പോൾ ഈ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരു നീലക്കടലായി മാറിയിരിക്കുകയാണ്. റമദാൻ പ്രധാനം ഇവിടെ ആരംഭിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാണികൾ കുറയാൻ സാധ്യതയുണ്ടെന്നാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ കാണികൾ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ആരാധകരെ മാത്രമാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കുന്നത്. ഞാനൊരു ന്യൂസിലാൻഡ് ഫ്ലാഗ് വരെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ ആരാധകർ, ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യക്കാർ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ളവരും ശ്രീലങ്കക്കാരും ബംഗ്ലാദേശികളും എല്ലാം ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ ടീമിനെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നാണ് അവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ടിക്കറ്റുകൾ നേരത്തെ തന്നെ ഇന്ത്യയുടെ മത്സരത്തെ ടിക്കറ്റുകൾ എല്ലാം തന്നെ വേഗത്തിൽ വിറ്റഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കൂട്ടിയവരെല്ലാം തന്നെ ഇന്ത്യക്കാർ തന്നെയായിരുന്നു. ആരാധകരിൽ എത്തുന്ന ഭൂരിഭാഗവും ഇന്ത്യക്കാർ തന്നെയാണ്. കഴിഞ്ഞ രണ്ട് കളിയിൽ നമ്മൾ കണ്ടതാണ്. ബംഗ്ലാദേശിനെതിരെയും പാകിസ്ഥാനെതിരെയും ഗാലറി നിറഞ്ഞു കവിഞ്ഞ ഇന്ത്യൻ ആരാധകരായിരുന്നു. അവരുടെ ആപ്പുവിളിയിലാണ് ഇന്ത്യക്ക് കൂടുതൽ ഊർജ്ജം നൽകി പാകിസ്ഥാനെ ബംഗ്ലാദേശിനെ വലിയ മാർജിനിൽ തോൽപ്പിക്കാൻ സാധിച്ചത്. 6 വിക്കറ്റ് വീതമുള്ള വിജയം നേടി ആണ് ഇന്ത്യ അടുത്ത മൂന്നാമത്തെ കളിയിലേക്ക് എത്തുന്നത്. ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. അതേ മികവുറ്റ പോരാട്ടം ഇന്നും ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ പിച്ചുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. കഠിനമായ പരിശീലനങ്ങളും ദിവസങ്ങളാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അതെല്ലാം മുതൽക്കൂട്ടാക്കി ഇന്ത്യ ഇന്ന് വിജയത്തിലേക്ക് എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ കാണികളും അത് തന്നെ പറയുന്നു. ഇന്ത്യയുടെ വിജയം നേടും. വിരാട് കോഹ്ലി മറ്റൊരു സെഞ്ചുറി, കഴിഞ്ഞ കളിയിൽ പാകിസ്ഥാനിൽ സെഞ്ചുറി നേടിയിരുന്നു. അതുപോലെ തന്നെ ഒരു സെഞ്ചുറി നേട്ടം ഇന്ന് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും എത്തുന്നത്. ഇന്ന് ഞായറാഴ്ച കൂടിയാണ്, അത് പ്രവൃത്തി ദിവസമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കാണികൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അനു, ശരി ഷിൻസ്, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മത്സരം ആരംഭിക്കും. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യും. ടോസ് നേടിയ ന്യൂസിലാൻഡ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു.